നമസ്കാരം. ന്യൂസ് ടാക്കിൽസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും കയർഫെഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ TB യൂണിറ്റിന്റെ സഹകരണത്തോടെ കയർഫെഡ് DMC അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാധ്യക്ഷ KK ജയമ്മ നടത്തി. വാർത്തകൾ വിശദമായി. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 25 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നുവരുന്ന ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ സീറോ ജംഗ്ഷന് സമീപം ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരരംഗത്ത് തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാർ മനോഭാവം പ്രതിഷേധാർഹമാണെന്നും അടിയന്തരമായി സമരസമിതിയുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ബേബി പാറക്കാടൻ അഭിപ്രായപ്പെട്ടു. സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ പണം കണ്ടെത്തിക്കൊണ്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവഴിക്കാമെങ്കിൽ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഈ ആശാ വർക്കർമാരുടെ വേതനം കൊണ്ട് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ സർക്കാരിന് പണം കണ്ടെത്താൻ വലിയ പ്രയാസമില്ല. ദിവസവേതനം വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ. 55-56 വയസ്സാവുമ്പോൾ അവർ ഈ ജോലിയിൽ നിന്ന് വേർതിരിയുന്ന സമയത്ത് അവർക്കൊരു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി, ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ വേണ്ടി അവർക്കൊരു മിനിമം പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തണം. 5 ലക്ഷം രൂപ കുറഞ്ഞത് റിട്ടയർമെന്റ് ആനുകൂല്യമായി ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ് ഐക്യദാർഢ്യ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. H സുധീർ, രാജു പള്ളിപ്പറമ്പിൽ, KJ ഷീല, MD സലീം, PJ കുര്യൻ, ഹക്കീം മുഹമ്മദ് രാജ, ആശാ കൃഷ്ണാലയം, പുന്നപ്രാപ്പച്ചൻ, S പ്രേംകുമാർ, ജോസഫ് മാരാരിക്കുളം, N മിനിമോൾ, ലൈസമ്മ ബേബി, തോമസ് കുട്ടി, വാഴപ്പള്ളിക്കളം എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും കയർഫെഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ TB യൂണിറ്റിന്റെ സഹകരണത്തോടെ കയർഫെഡ് DMC അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗ 100 ദിന ക്യാമ്പയിന്റെ ഭാഗമായി വനിതാ ശിശു ആശുപത്രിയുടെയും ആലപ്പുഴ കയർഫെഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ TB യൂണിറ്റിന്റെ സഹകരണത്തോടെ കയർഫെഡ് DMC അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 100 വർഷമോ 150 വർഷം മുമ്പ് ഇത് നമ്മൾ കാണുന്ന ഏതൊരു മാരക രോഗത്തെക്കാളും അതീവ മാരകമായ രോഗമായിരുന്നു ക്ഷയരോഗം എന്ന് പറഞ്ഞ TB. ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്താകമാനം അല്ലെന്നുണ്ടെങ്കിൽ ലോകത്താകമാനം അവർക്ക് ചികിത്സ കിട്ടാതെ മരിക്കപ്പെട്ട ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഐക്യരാഷ്ട്രസഭയും WHO ഒക്കെ ആലോചിച്ചിട്ട് അതിനൊരു ദിനം തന്നെ ഇതിനിടയ്ക്ക് ഉണ്ടായി. മാർച്ച് 24 ലോക TB ദിനം. ഈ അസുഖത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ അസുഖം വരുന്നവരെ സമൂഹം എപ്പോഴും. കയർഫെഡ് എക്സിക്യൂട്ടീവ് അംഗം NR ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു വർഗീസ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആനന്ദ് മോഹൻ, വനിതാ ശിശു ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ PS ശ്യാമമോൾ എന്നിവർ സംസാരിച്ചു. RCP യൂണിറ്റ് വർക്ക്സ് മാനേജർ S വിനേഷ് ചടങ്ങിന് സ്വാഗതവും കയർഫെഡ് പേഴ്സണൽ മാനേജർ നന്മ R മാത്യു നന്ദിയും പറഞ്ഞു. വനിതാ ശിശു ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ,
JPHN KM ലത, ആരോൺ തോമസ്, റേഡിയോഗ്രാഫർ PR പ്രീത, ഗ്രേഡ് 2 അറ്റൻഡർ C സിന്ധു, ആശാപ്രവർത്തകരായ ജെസ്സി, മറിയം ബായ്, ജൂഡിറ്റ്, മുനീറ, അജിതാനന്ദൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ത്വക്ക് രോഗ നിർണയ പരിപാടിയായ അശ്വമേധം 6.0, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിമർദ്ദം എന്നിവയുടെ പരിശോധനകളും 30നും 60 വയസ്സിനുമിടയിലുള്ള സ്ത്രീകളുടെ ക്യാൻസർ രോഗ നിർണയ പരിപാടിയായ ആനന്ദം ആരോഗ്യം, അകറ്റാം അർബുദം പരിപാടിയും ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. കഴിഞ്ഞ 26 കൊല്ലത്തിലധികമായി നിർധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് തീർത്ത് ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. സാധു സംരക്ഷണം എന്ന സന്ദേശമുയർത്തി ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രദേശത്തെ 101ഓളം കുടുംബങ്ങൾക്കാണ് വിഭവസമൃദ്ധമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ബിരിയാണി അരി, പഞ്ചസാര, തേയില, അരിപ്പൊടി, മൈദ, റവ, ഡാൽഡ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പാമോയിൽ, ഏലക്ക, സവോള, ഉള്ളി, കിഴങ്ങ്, വെളുത്തുള്ളി, ഈന്തപ്പഴമടക്കം 25ഓളം ഭക്ഷ്യവിഭവങ്ങൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റാണ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തത്. അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ME മുയ്യീനുദ്ദീൻ, ട്രസ്റ്റ് പ്രസിഡന്റ് B സൈനുദ്ദീന് ഭക്ഷ്യക്കിറ്റ് കൈമാറിയാണ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ട്രസ്റ്റ് ട്രഷറർ PA അബൂബക്കർ ഹാജി, വൈസ് പ്രസിഡന്റുമാരായ ലിയാഖത്ത് ഖാലിദ്, MA മുഹമ്മദ് അഷ്റഫ്, NA യൂനുസ്, സെക്രട്ടറിമാരായ BM ഷറഫുള്ള, S ഷിയാസ്, അനസ് ചെറുക്കളം എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ M ബഷീർ, റഹ്മത്തുള്ള മുസ്ലിയാർ, H മുഹമ്മദ് അലി, S അസ്ലം, OK അഷ്റഫ്, അസ്ലം വട്ടപ്പള്ളി, PA ജലീൽ എന്നിവർ നേതൃത്വം നൽകി. അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 26 കൊല്ലത്തോളായി. അതിൻ്റെ കീഴിൽ എല്ലാ കൊല്ലവും പരിശുദ്ധ റമദാൻ മാസം ആദ്യത്തിൽ നമുക്ക് കുറേ ജനങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്നുണ്ട്. സാധുക്കളായ ആൾക്കാർ, അതായത് ഒരു കാരണവശാലും പട്ടിണി എടുക്കാൻ പാടില്ല. സ്വന്തം അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ അവന് ഊട്ടാത്ത ആൾക്കാർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹുങ്ങളുടെ അഞ്ചരന്മാരിൽപ്പെട്ടവരാണല്ലോ നമ്മൾ. അതിനാൽ ഒരു കാരണവശാൽ ഒരു സഹോദരന്മാരും, അത് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ ആരുമാവട്ടെ, പട്ടിണി എടുക്കാൻ പാടില്ല എന്നുള്ള ആത്മവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുകയാണ്. ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജനറൽ ആശുപത്രി, വനിതാ ശിശു ആശുപത്രി എന്നിവിടങ്ങളിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഭക്ഷണ വിതരണം, നിർധനരായ രോഗികൾക്ക് മരുന്നും മറ്റ് ചികിത്സാ സഹായം, നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം, ചെറിയ പെരുന്നാളിന് മുന്നോടിയായി വസ്ത്രവിതരണമടക്കം അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തു വരുന്നതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ലാഗ് ഓഫ് നഗരസഭ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. ക്ഷയരോഗ നിവാരണം, ക്യാൻസർ പ്രതിരോധം എന്നിവയുടെ ബോധവൽക്കരണവുമായി ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിക്ഷയ് വാഹൻ പര്യടനത്തിന് തുടക്കമായി. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ വാഹന പര്യടനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ചടങ്ങിൽ അധ്യക്ഷയായി. ആശുപത്രി ഡെപ്യൂട്ടി DMO ഡോക്ടർ ആനന്ദ് വിഷയാവതരണം നടത്തി. സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫാർമസി സർവീസസ് പത്മാദേവി, ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ KK വേണുഗോപാൽ, RMO ഡോക്ടർ M ആശ, ഡോക്ടർ R അനുപമ, നഴ്സിംഗ് സൂപ്രണ്ട് റസി P ബേബി, JHI TS പീറ്റർ, PRO ബെന്നി അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് ആരംഭിച്ച നിക്ഷയ് വാഹൻ AN പുരം, ചന്ദനക്കാവ്, പഴവീട്, ഹൗസിംഗ് കോളനി, കൈതവന, കളർകോട്, തിരുവമ്പാടി, ചുടുകാട്, ഇരുമ്പുപാലം, കല്ലുപാലം, KSRTC ഭട്ടതിരിപ്പുരയിടം എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. ലഹരിക്കെതിരെ
ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 8 ലോക വനിതാ ദിനത്തിലാണ് ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യമയക്കുമരുന്ന് ഭീഷണിയും അതുമൂലമുള്ള ആക്രമണങ്ങളും നിത്യസംഭവമാവുന്ന ഇക്കാലത്ത് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോർവയുടെ നേതൃത്വത്തിൽ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 8 ലോക വനിതാ ദിനത്തിൽ ആരംഭിക്കുന്ന ക്യാമ്പയിനിൽ ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളികളാകുമെന്നും ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാറുകൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലൽ, കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കമുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ, പോലീസ്, എക്സൈസ് എന്നിവരുടെ സഹായത്തോടെ പരിശീലന പരിപാടികൾ, പ്രത്യേക നിരീക്ഷണ സ്ക്വാഡുകൾ രൂപീകരിക്കൽ എന്നിവയും നടത്തും. ഏപ്രിൽ 27-ന് ഓരോ റെസിഡൻസും സമ്പൂർണ്ണ ലഹരിമുക്ത മേഖലകളായി പ്രഖ്യാപിക്കുമെന്നും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സൗമ്യരാജ്, പ്രസിഡന്റ് ജോസ് ആറാത്തുംപള്ളി, റിയാസ് ഇസ്മായിൽ, ജമാൽ പള്ളാത്തുരുത്തി, മിനി വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തരം വിപത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ആഴത്തിലേക്ക് അല്ലെങ്കിൽ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനും തീർച്ചയായും നമ്മളുടെ അസോസിയേഷന് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും വനിതകളെ ആയതുകൊണ്ട് തന്നെ വനിതകളിൽ നിന്ന് തന്നെ ഒരു തുടക്കം എന്നുള്ള ഒരാശയം വന്നത് അത്തരം ഒരു കാര്യത്തിൽ നിന്നാണ്. മാർച്ച് 8 വനിതാ ദിനത്തിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിധികളിലും വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വനിതകളെല്ലാവരും തന്നെ വരികയും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ സെമിനാറുകൾ ഓരോ റെസിഡൻസ് പരിധിയിൽ നടക്കുകയും ഒപ്പം തന്നെ ലഹരിമുക്ത പ്രതിജ്ഞകൾ എടുക്കുകയും ചെയ്യുകയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സർവോദയ ഗാന്ധി മാർഗ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സ്മാരകത്തിന് മുന്നിൽ സംഘടിപ്പിച്ച സംഗമം ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെയും കയർഫെഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ TV യൂണിറ്റിന്റെ സഹകരണത്തോടെ കയർഫെഡ് DMC അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കയർഫെഡ് വൈസ് പ്രസിഡന്റ് R സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. നിർധനരും നിരാലംബരുമായ പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾക്കാണ് സുഭിക്ഷമായ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. ക്ഷയരോഗ നിവാരണത്തിന്റെ ഭാഗമായും ക്യാൻസർ പ്രതിരോധ പ്രവർത്തന ബോധവൽക്കരണത്തിന്റെ ഭാഗമായും പര്യടനം നടത്തുന്ന നിക്ഷയ് വാഹൻ പര്യടനത്തിന്റെ ഫ്ളാഗ് ഓഫ് നഗരസഭാധ്യക്ഷ KK ജയമ്മ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.